ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ വലിയവനായ ദൈവം നമുക്ക് തന്ന ഈ അനുഗ്രഹീതമായ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞുവെന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. ദൈവരാജ്യത്തോട് അകന്നവനല്ല. അവൻ ദൈവരാജ്യത്തിനടുത്തെത്തി, പക്ഷേ അവൻ അകത്തായില്ല. കർത്താവിനോട് പറയുകയാണ്, ഒരു ശാസ്ത്രിയോട് കർത്താവ് പറയുകയാണ്, അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞതുകൊണ്ട് അവനോട് കർത്താവ് പറയുകയാണ്, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പലരും ദൈവരാജ്യത്തോട് അകന്നവരല്ല, അടുത്തെത്തി. പക്ഷെ ഇന്ന് അനേകര് ദൈവരാജ്യത്തിനകത്തായിട്ടില്ല. ഈ വചനം നാം ശ്രദ്ധിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ദൈവരാജ്യത്തിനകത്തായോ അതെയോ അടുത്തെത്തിയോ ഉള്ളോ? ഞാൻ ദൈവരാജ്യത്തിനകത്താണോ അതെയോ പുറത്താണോ? ഈ രണ്ടനുഭവമേ ഉള്ളൂ. ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. നാം അടുത്തെത്തിയത് കൊണ്ട് പ്രയോജനമില്ല, നാം അകത്താകണം. നാം നിത്യജീവന്റെ അരികിൽ വരെ എത്തി, പക്ഷെ നിത്യജീവൻ പ്രാപിച്ചില്ല. എന്താണ് പ്രിയപ്പെട്ടവരെ പ്രയോജനം? ഒരു പ്രമാണി കർത്താവിൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു, നിത്യജീവൻ എങ്ങനെയും സ്വന്തമാക്കണം, പ്രാപ്യമാകണമെന്ന്. കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവെ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവിനോട് പറഞ്ഞു, നീ കൽപ്പനകളെല്ലാം പ്രമാണിക്കുക. കർത്താവ്, അതെല്ലാം ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അവസാനം അവനോട് പറഞ്ഞു, നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ ആ പ്രമാണി വളരെ സമ്പത്തുള്ളവനാകിയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ നിത്യജീവന്റെ അടുത്തെത്തിയതായിരുന്നു. നിത്യജീവന്റെ ഉടമസ്ഥന്റെ അരികിൽ വന്ന് നിത്യജീവൻ അപേക്ഷിച്ചതായിരുന്നു. നിത്യജീവൻ പ്രാപിക്കാനുള്ള വഴി അവന് കൃത്യമായി പറഞ്ഞു കൊടുത്തതായിരുന്നു. നിത്യജീവന്റെ ഉടമസ്ഥന്റെ അരികിൽ നിത്യജീവൻ അന്വേഷിച്ചുകൊണ്ട്, നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് അവൻ എത്തേണ്ട സ്ഥലത്ത് എത്തിയതായിരുന്നു. നിത്യജീവന്റെ അരികിൽ വരെ എത്തിയതായിരുന്നു. പക്ഷേ അവൻ നിരാശനായി പൊയ്ക്കളഞ്ഞു എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം നിത്യജീവന്റെ അവകാശം പ്രാപിച്ചു. ഞാൻ നിത്യജീവന്റെ അവകാശിയാണോ? അത് ഞാൻ അടുത്തെത്തിയുള്ളോ? ഞാൻ അകത്തായോ? നാം ഓരോരുത്തരും വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. ഞാൻ നിത്യജീവന്റെ അവകാശിയാണോ? ഞാൻ ഇന്ന് കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുമോ? എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ എനിക്ക് ക്ഷമിച്ചു കിട്ടിയോ? യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ആ സൗജന്യമായ നീതീകരണം കൃപയാൽ ഞാൻ അനുഭവിച്ചു. ഞാനൊരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണോ? ഞാനൊരു വീണ്ടും ജനിച്ച ദൈവവൈതലാണോ? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ നിത്യജീവന്റെ അവകാശം എനിക്ക് ലഭിച്ചു. അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞതുകൊണ്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നാം ഈ കൃപയുടെ പെട്ടകത്തിൻ്റെ ഉള്ളിലായോ? കൃപയുടെ പെട്ടകത്തിൻ്റെ ചുറ്റും നടന്നുകൊണ്ട് പ്രയോജനമില്ല. പെട്ടകത്തെക്കുറിച്ച് നമുക്ക് ബുദ്ധിപരമായ അനേക കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കാം. എന്നാൽ പെട്ടകത്തിനകത്തായോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് കൃപയുടെ പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. ആർക്കും അതിൽ കടന്നു വരാം, ഒരു നിബന്ധനകളുമില്ല. വിശ്വസിച്ചുകൊണ്ട് ഈ പെട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ നിനക്കും രക്ഷപ്പെടാം, നിനക്കും നിത്യജീവൻ അനുഭവിക്കാം. യേശുക്രിസ്തുവിൻ്റെ തുറക്കപ്പെട്ട വിലാവിൽ കൂടി ഏത് പാപിക്കും രക്ഷയുണ്ട്, ഏത് പാപിക്കും രക്ഷയുണ്ട്, ഏത് മനുഷ്യനും നിത്യജീവൻ അനുഭവിക്കാം. ഇതാ യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവ് തുറന്നു വെച്ചുകൊണ്ട് ദൈവം മനുഷ്യനെ വിളിക്കുകയാണ്. നീ അടുത്ത് നിൽക്കേണ്ട, നീ അകന്നു പോകേണ്ട, നീ എൻ്റെ തിരുവിലാവിലേക്ക് വരൂ. നിനക്കും അവിടെ അഭയമുണ്ട്, നിനക്കും അവിടെ സ്ഥാനമുണ്ട്. നിന്നെയും നിത്യജീവൻ അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ തിരുവിലാവ് തുറന്നതും എൻ്റെ ജീവരക്തമൂറ്റിയതും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും യേശുക്രിസ്തുവിൻ്റെ ആ തുറക്കപ്പെട്ട തിരുവിലാവിലേക്ക് നിങ്ങൾ നോക്കുക. ആ തിരുവിലാവിൽ നിന്ന് ഒഴുകി വരുന്നതായ, ആ ഇറ്റിറ്റ് വീഴുന്നതായ
ആ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുരക്തത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ പാപത്തിന് ആ തിരുരക്തത്തിൽ പരിഹാരമുണ്ട്. ആ തിരുരക്തത്തിൽ കൂടി നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ആ കൃപയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ അടുത്തുകൂടെ നടക്കേണ്ട, ഇനി നിങ്ങൾ അകത്തേക്ക് വരിക. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ നീ അകത്തേക്ക് വരിക. എന്തിനാണ് നീ പുറത്തു നിൽക്കുന്നത്? നീ എന്തിനാണ് മടിച്ചു നിൽക്കുന്നത്? നീ അകത്തു വരിക. നിനക്കും ഇടമുണ്ട്, നിനക്ക് സ്ഥലമുണ്ട്. നിന്നെയും സ്വീകരിക്കുവാൻ യേശുവിന് മനസ്സാണ്. പെട്ടകത്തിന്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു ഭയനിർദ്ദേശം കൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ഈ പെട്ടകത്തിന്റെ വാതിൽ എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാം. ഈ ഭൂമിയിലെ മനുഷ്യരാരുമല്ല ഈ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നത്. അന്ന് നോഹയുടെ കാലത്ത് പെട്ടകത്തിന്റെ വാതിൽ അടച്ചത് ജീവനുള്ള ദൈവമായിരുന്നു. യഹോവ തന്നെയായിരുന്നു പെട്ടകത്തിന്റെ വാതിൽ അടച്ചത്. അടയ്ക്കുവാനും തുറക്കുവാനും അധികാരമുള്ള ക്രിസ്തുവിൻ്റെ ഈ രക്ഷയുടെ പെട്ടകത്തിലേക്ക് നിങ്ങൾ ഓടി വരിക എന്ന് സ്നേഹത്തോടെ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ അടുത്തെത്തിക്കാണും, പക്ഷെ അകത്തേക്ക് വരിക. ക്രിസ്തുവിൻ്റെ ചങ്കിനുള്ളിലേക്ക് വരിക. ഈ കൃപയുടെ പെട്ടകത്തിനുള്ളിലേക്ക് വരിക. നിങ്ങൾ യേശുവിനെ നിങ്ങളെ രക്ഷിതാവായി സ്വീകരിക്കുക. പാപത്തോട് നിങ്ങൾ യാത്ര പറയുക. പ്രിയപ്പെട്ടവരെ, ആ പ്രമാണി കർത്താവ് പറഞ്ഞ വചനത്തിങ്ങൾ ദുഃഖിതനായി പൊയ്ക്കളഞ്ഞു. നിത്യജീവൻ ആഗ്രഹിച്ചുകൊണ്ട് വന്നതായിരുന്നു. പക്ഷേ നിത്യജീവൻ പ്രാപിക്കാതെ, നിത്യജീവന്റെ അടുത്തെത്തിയിട്ടും നിത്യജീവൻ പ്രാപിക്കാതെ ആ പ്രമാണി നഷ്ടപ്പെട്ടവനായി പോവുകയാണ്. നിത്യജീവൻ ലഭിക്കാത്തവനായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കാർക്കും ആ ദുർഗതി വരരുത് എന്നുള്ളതായ ദൈവസ്നേഹത്തിന്റെ ആഹ്വാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ ബുദ്ധിയോട് ഉത്തരം പറഞ്ഞതുകൊണ്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന ശാസ്ത്രിയോട് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഇന്ന് അടുത്തെത്തിയിട്ടും അകത്താകാത്തതായ ചിലരെ കുറിച്ച് നാം ചിന്തിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ വലിയൊരു വേർതിരിവിൻ്റെ അനുഭവം നാം കാണുകയാണ്. വലിയൊരു വേർതിരിവാണ് അവിടെ കാണുന്നത്. ആദ്യ ഭാഗം നാം വായിക്കുമ്പോൾ 10 കന്യകമാരെ കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. 10 കന്യകമാരുടെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അവിടെ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. അവിടെ 10 പേരുണ്ടായിരുന്നതിൽ 5 പേർ വീതം വേർതിരിക്കുകയാണ്. വേർതിരിവിൻ്റെതായ ഒരു കാലം. പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം താഴോട്ട് വരുമ്പോൾ താലന്തുകളുടെ ഉപമ നാം കാണുകയാണ്. അവിടെ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ളതായി വിളി കേൾക്കുന്നവരും ദുഷ്ടനും മടിയനുമായുള്ള ദാസനെ എന്നുള്ള വിളി കേൾക്കുന്നവരുമായി രണ്ടായിട്ട് വേർതിരിക്കുകയാണ്. പിന്നീട് നാം അടുത്ത ഭാഗം വായിക്കുമ്പോൾ അവിടെ ഇടത്തുള്ളവരും വലത്തുള്ളവരും, ചെമ്മരിയാടുകളും കോലാടുകളും, ഒരു വേർതിരിവിൻ്റെ കാലം. പ്രിയപ്പെട്ടവരെ, വേർതിരിവിൻ്റെതായ ഒരു കാലം വരുന്നുണ്ട്. ഇപ്പോൾ നാം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരു കൂട്ടായ്മയിൽ, ഒരു ദേവാലയത്തിൽ, ഒരു ഇടവകയിൽ, ഒരു കുടുംബത്തിൽ, ഒരു സമൂഹമായി നാം ഒരുമിച്ച് ജീവിക്കുകയാണ്. എന്നാൽ ഒരു വേർതിരിവിൻ്റെ കാലം വരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം എന്താണ് വായിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പ്രിയപ്പെട്ടവർ, ഇന്ന് നെല്ലും കളയും ഒരുമിച്ച് ഒരേ കണ്ടത്തിൽ വളരുകയാണ്. തിരിച്ചറിയാൻ പാടില്ല, ഒരേപോലെ വളരുകയാണ്. വിശ്വാസിയും അവിശ്വാസിയും ഒരുമിച്ച് ജീവിക്കുകയാണ്. ഒരു സമൂഹത്തിൽ കഴിയുകയാണ്, ഒരു ഇടവകയിൽ ജീവിക്കുകയാണ്, ഒരു കൂട്ടായ്മയിൽ ജീവിക്കുകയാണ്. എന്നാൽ വേർതിരിവിൻ്റെ ഒരു കാലം വരുന്നുണ്ട്. രണ്ടായി വേർതിരിക്കുന്ന ഒരു കാലം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സിലതുണ്ടോ? നിങ്ങളത് ചിന്തിക്കുന്നുണ്ടോ? രണ്ടായി വേർപിരിയുന്നതായ ഒരു കാലം. ഇതാ നെല്ലും കളയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു കാലം. വീശുമുറം കൊണ്ട് വീശി വേർതിരിക്കുന്ന ഒരു കാലം. അതാണ് ന്യായവിധിയുടെ കാലം എന്ന് പറയുന്നത്. ഇന്നെല്ലാവരും ഒരുമിച്ച് വളരുകയാണ്, ഒരേ കണ്ടത്തിൽ വളരുകയാണ്, ഒരുമിച്ച് ഇതാ ഒരു വേർതിരിവുമില്ലാതെ വളരുകയാണ്. എന്നാൽ വേർതിരിവിൻ്റെതായ ഒരു കാലം വരുന്നുണ്ട്. രണ്ടായി തിരിക്കുന്നതായ ഒരു കാലം വരുന്നുണ്ട്. നെല്ലും കളയും വേർതിരിക്കുന്ന ഒരു കാലം. ആ വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നതായ ഒരു കാലം, ഒരു വേർതിരിവിന്റെ കാലം വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ഈ വേർതിരിവിന്റെ കാലത്ത് ഞാൻ നല്ല നെന്മണിയാണോ അതെയോ ഞാൻ പതിരായി തീരുമോ? കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്ന ഒരു പതിരിന്റെ അനുഭവത്തിലേക്ക് ഞാൻ മാറുമോ? പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ഗൗരവത്തോടെ ചിന്തിക്കുക. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ചു നോക്കുക. ഞാൻ യജമാനന്റെ പത്തായത്തിലേക്ക് പോകുന്ന നെൽമണിയാണോ അതെയോ ഞാൻ തീയിലേക്ക് പോകുന്ന ഒരു പതിരായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? എന്നാൽ ഇന്ന് മാനസാന്തരപ്പെടുവാൻ, ഇന്ന് മാറുവാൻ, ഇന്ന് തിരുത്തുവാൻ, ഇന്ന് തീരുമാനമെടുക്കുവാൻ, ഇന്ന് ജീവിതം സമർപ്പിക്കുവാൻ, ഇന്ന് പാപത്തോട് യാത്ര പറയുവാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്.
ജീവനുള്ള ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. മകനെ, നീ പതിരായിട്ട് നശിക്കേണ്ട, നിനക്ക് നല്ല ഗോതമ്പ് മണിയായി യജമാനന്റെ ആ പത്തായത്തിൽ വന്ന് നിനക്കും ഫലം കായ്ക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പരിശോധിക്കുന്നുണ്ടോ? ഞാനിന്നൊരു പതിരാണോ, അതേ ഒരു നെന്മണിയാണോ? ഞാൻ തീയിലേക്ക് പോകുന്ന ഒരു പതിരാണോ, കത്തി എരിയാൻ പോകുന്നൊരു പതിരാണോ ഞാൻ? അതെയോ യജമാനന്റെ പത്താഴത്തിലേക്ക് പോകുന്ന നല്ല നെൽമണിയാണോ ഞാൻ? വേർതിരിവിന്റെ കാലം വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതിവേഗം മാനസാന്തരപ്പെടുക, അതിവേഗം പാപത്തോട് യാത്ര പറയുക, അതിവേഗം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക, അതിവേഗം ഇതാ കൃപയുടെ പെട്ടകത്തിലേക്ക് ഓടി വരിക. ഇനി നിങ്ങൾ ആരും നാശത്തിലേക്ക് പോകരുത്. സത്യവചനം കേട്ടിട്ടും രക്ഷയുടെ മാർഗം അറിഞ്ഞിട്ടും നിത്യജീവന്റെ വഴി കേട്ടിട്ടും നിത്യജീവന്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും സഹോദരാ, നീ ഇനിയും നശിക്കാൻ ഇടവരരുത്. നീ ഇനിയും നാശത്തിലേക്ക് പോകാൻ ഇടവരരുത്. നീ ഇനിയൊരു പതിരായിട്ട് നശിക്കാൻ, കത്തുന്ന തീയിൽ എരിയാൻ ഒരിക്കലും നിനക്ക് ഇടവരരുത്. ആ ദൈവത്തിന്റെ സ്നേഹം നിന്നോട് ഇതാ കെഞ്ചി അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേർതിരിവിന്റെ കാലത്ത് നാം ആരും നിത്യനാശത്തിലേക്ക് പോകാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം ആദ്യം മുതൽ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 1-ാമത്തെ വാക്യം മുതൽ. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, 10 കന്യകമാരുടെ ഉപമയാണ് കർത്താവ് പറയുന്നത്. 10 കന്യകമാര്, അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. എന്താണ് അവരുടെ ബുദ്ധി? എന്താണ് അവരുടെ ബുദ്ധികേട്? ബുദ്ധിയുള്ളവരുടെ ബുദ്ധി എന്താണ്? ബുദ്ധിയില്ലാത്തവരുടെ ബുദ്ധികേട് എന്താണ്? നാം ഈ ദൈവത്തിൻ്റെ വചനം താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് എന്താണ്. അവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. അടുത്ത വാക്യം. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയില്ലാത്തവരുടെ ബുദ്ധികേട് എന്താണ് പ്രിയപ്പെട്ടവരെ? അവർക്ക് വിളക്കുണ്ടായിരുന്നു, അവരുടെ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, അവരുടെ വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, അതെല്ലാം അവർ ചെയ്തതാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലെ ബുദ്ധികേടെന്ന് പറയുന്നത് കുറെ കഴിയുമ്പോൾ, കാലങ്ങൾ കഴിയുമ്പോൾ ഈ എണ്ണ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ശരിയാണ്, എനിക്ക് വിളക്കുണ്ട്, വിളക്കിൽ എണ്ണയുണ്ട്, വിളക്ക് കത്തുന്നുമുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇതാ എൻ്റെ വിളക്കിൽ എണ്ണ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അവർ ചിന്തിച്ച് വിളക്കിൻ്റെ കൂടെ അവർ എണ്ണ കരുതിയില്ല. അതാണ് അവരുടെ ബുദ്ധികേട്. അവർ വേറെ പാപത്തിലേക്കൊന്നും പോയിരുന്നില്ല, പ്രകടമായ പാപത്തിലേക്കൊന്നും പോയവരല്ല. ഈ ബുദ്ധിയില്ലാത്ത കന്യകമാരും അവരും കന്യകമാർ തന്നെയായിരുന്നു. അവരും മണവാളനെ എതിരേൽക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടെ ജീവിതം സമർപ്പിച്ച് അവന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. പ്രകടമായ പാപത്തിൽ ജീവിച്ചവരല്ല, ലോക ഇമ്പങ്ങളിലേക്ക് പോയവരല്ല. അതിനോടെല്ലാം യാത്ര പറഞ്ഞ് ജീവിതം വ്യക്തമായി ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് ഇത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയിൽ ജീവിച്ച് മണവാളനെ എതിരേൽപ്പാൻ നോക്കി പാർത്തിരുന്നവർ തന്നെയായിരുന്നു. എടുത്തു പറയത്തക്കതായ ഒരു തെറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. പക്ഷെ അവർക്ക് പറ്റിയതായ ബുദ്ധികേട് എന്താണ്? അവർ വിളക്കിൽ എണ്ണ കരുതിയിരുന്നില്ല. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. പിന്നെ ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? അവർക്കൊരു കാര്യം മനസ്സിലായി, മണവാളൻ വരാൻ താമസിച്ചാൽ ഈ എണ്ണ തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ കരുതലായി എണ്ണ അവർ വേറെ പാത്രത്തിൽ കരുതിയിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ത് സംഭവിച്ചു? ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. 10 കന്യകമാരും ഉറങ്ങി. എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, അർദ്ധരാത്രി സമയത്ത് എന്ത് സംഭവിച്ചു? ഇതാ ഒരു ആർപ്പുവിളി. എന്താണ് ആർപ്പുവിളി? അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ഒരു ആർപ്പുവിളി ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം സുഖമായിട്ട് ജീവിക്കുകയാണ്. എന്നാൽ ഈ മണവാളന്റെ ആർപ്പുവിളിയുടെ ശബ്ദം കേൾക്കാറായി. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ആ ആർപ്പുവിളി കേൾക്കാറായി. എപ്പോഴാണ് നമുക്ക് ആർക്കും നിശ്ചയമില്ല. എത്രയോ കാലങ്ങളായി ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ ആ കാഹളധ്വനി കേൾക്കാറായി പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഉണർന്നിട്ടുണ്ടോ? ആ കാഹള ശബ്ദം കേൾക്കാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്ന ആ സ്വർഗീയ അനുഭവത്തിന് വേണ്ടി ഇതാ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു. സഹോദര, നീ ഒരുങ്ങിയോ? അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്നുള്ള
ആർപ്പുവിളി ഉണ്ടായി. എന്താണ് സംഭവിച്ചത്? അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ 10 കന്യകമാരും ഈ ആർപ്പുവിളി കേട്ടു എഴുന്നേറ്റു. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ആ ആർപ്പുളിയുടെ ശബ്ദം കേട്ടപ്പോൾ ഇവരെല്ലാവരും എഴുന്നേറ്റു. 10 പേരും എഴുന്നേറ്റു. 10 പേരും വിളക്ക് തെളിയിച്ചു. 10 പേരുടെയും വിളക്ക് കത്തി. എന്നിട്ടോ? എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ബുദ്ധിയില്ലാത്ത കന്യമാർക്ക് മനസ്സിലായി, മണവാളൻ വരാൻ അല്പം കൂടെ താമസമുണ്ട്. ആർപ്പുവിളി കേട്ടു, പക്ഷേ മണവാളൻ എത്തിയിട്ടില്ല. ഈ സമയത്ത് അവരുടെ വിളക്കിലെ എണ്ണ തീർന്നു പോകുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. വിളക്കിലെ എണ്ണ തീർന്നു പോവുകയാണ്. അവർക്ക് മനസ്സിലായി മണവാളൻ വരുന്നതിന് മുൻപ് ഈ വിളക്ക് കെട്ടുപോകുമെന്ന്. അവർ കൂടെയുള്ള സഹവിശ്വാസികളോട് ചോദിക്കുകയാണ്. എന്താണ് ചോദിച്ചത്? എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവർക്കൊരു സത്യം മനസ്സിലായി, ഞങ്ങളുടെ എണ്ണ തീർന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദര, നിന്റെ വിളക്കിൽ ഇന്ന് എണ്ണയുണ്ടോ? നിന്റെ വിളക്കെന്ന് കത്തിയാണോ ഇരിക്കുന്നത്? അതെയോ കെട്ടുപോയോ? അതെയോ കരിന്തിരി കത്തുകയാണോ? അതെയോ നല്ല ജ്വലിച്ച് പ്രകാശിച്ച് കത്തുന്നുണ്ടോ നിന്റെ വിളക്ക്? നിന്റെ ആത്മാവിന്റെ ദീപം പ്രകാശിച്ചാണോ ഇരിക്കുന്നത്? അതെയോ കെട്ടുപോയോ? കെട്ടുപോയെങ്കിൽ അത് എത്ര നാളായി കെട്ടുപോയിട്ട്? പ്രിയപ്പെട്ടവരെ, ഇത് വല്ലതും നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ കൂട്ടായ്മയിൽ വരുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ആത്മീയ വേലയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഈ മൺകൂടാരത്തിൽ ആ ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവെന്ന് ആകുന്ന എണ്ണ എൻ്റെ ഹൃദയത്തിലുണ്ടോ? അത് എണ്ണ വറ്റിപ്പോയോ? എൻ്റെ ആത്മീയ ദീപം പ്രകാശിച്ചാണ് നിൽക്കുന്നത്? അതോ ഇത് കെട്ടുപോയോ? പാപത്തിന്റെ കാറ്റടിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു തെളിയിച്ചു തന്നതായ ആത്മാവിന്റെ ദീപം കെട്ടുപോയോ? അത് അണഞ്ഞുപോയോ? എണ്ണയുണ്ടോ സഹോദര നിന്റെ വിളക്കിൽ? പാട്ടുകാരൻ പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ? നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നു നീക്കും പൊന്നുഷസേ, ഓർക്കുന്തോറും രമ്യം, ഓർക്കുന്തോറും രമ്യം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ വിളക്കിൽ എണ്ണയുണ്ടോ? ഈ വിളക്കിന്ന് കത്തുന്നുണ്ടോ? അതെയോ അത് കെട്ടുപോയോ? പ്രിയപ്പെട്ടവരെ, നാം സ്വയം ഒന്ന് ശോധന ചെയ്യുക, സ്വയം ഒന്ന് ശോധന ചെയ്യുക. ഈ ബുദ്ധിയില്ലാത്ത കന്യമാർ എന്ത് ചെയ്തു? എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ എന്താ പറഞ്ഞത്? ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ. പ്രിയപ്പെട്ടവരെ, ആ തക്ക സമയത്ത് ബുദ്ധിയുള്ളവർ പറയുകയാണ്, ഞങ്ങളുടെ ഈ കരുതൽ ശേഖരത്തിൽ നിന്ന്, ഞങ്ങൾ കരുതിയിരിക്കുന്നതായ എണ്ണയിൽ നിന്ന് നിങ്ങൾക്ക് തന്നാൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരുപക്ഷെ തികയില്ല. നിങ്ങൾക്കും ഞങ്ങൾക്ക് ഒരുപക്ഷെ തികയാതെ വന്നാൽ, പോരാതെ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീരെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യൂ, വിൽക്കുന്നവരുടെ അടുക്കൽ പോയി നിങ്ങൾ വാങ്ങിക്കൊള്ളൂ. എണ്ണ വിൽക്കുന്ന സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ പോയി വില കൊടുത്ത് വാങ്ങുവീൻ. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. പ്രിയപ്പെട്ടവരെ, അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിലടക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ, കൃപയുടെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കാറായി. ഏത് സമയത്താണ് അടയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് സ്വർഗീയ പിതാവ് ഈ കൃപയുടെ പെട്ടകത്തിന്റെ ഈ കൃപായുഗം അവസാനിക്കുന്നതെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഇപ്പോൾ വാതിൽ തുറന്നിരിക്കുകയാണ്, ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ പെട്ടകത്തിന്റെ ഉള്ളിലേക്ക് വരാം, നിങ്ങൾക്കും ഈ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരാം. ഇനി നിങ്ങൾ അകന്നു നിൽക്കേണ്ട ആവശ്യമില്ല. എന്താണ് സംഭവിച്ചത്? ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു. പ്രിയപ്പെട്ടവരെ, വാതിൽ അടച്ചതിന് ശേഷം എണ്ണ വാങ്ങുവാൻ പോയ ബുദ്ധിയില്ലാത്ത മറ്റേ 5 കന്യകമാരും വന്നു.
എന്നിട്ടോ കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് ഈ പറഞ്ഞു. അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടിക്കൊണ്ട് ഈ 5 കന്യകമാരും വേദനയോടെ നിലവിളിക്കുകയാണ്. എന്താണ് നിലവിളിച്ചത്? കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അടഞ്ഞ വാതിലിൽ അവർ മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ടവരെ? അകത്തുനിന്നുള്ള മറുപടി എന്താണ്? അതിനെ അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മണവാളന്റെ അകത്തു നിന്നുള്ള മറുപടി എന്താണ്? ഞാൻ നിങ്ങളെ അറിയുന്നില്ല, എനിക്ക് നിങ്ങളെ പരിചയമില്ല, നിങ്ങൾ ആരാണെന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ ചെയ്ത തെറ്റെന്താണ്? അവരുടെ ജീവിതത്തിലെ പാപം എന്താണ്? അവരെ ഇതാ മണവാളിനോട് ഏറ്റവും അടുത്ത് വന്നവരല്ലേ? സ്വർഗരാജ്യത്തോട് ഏറ്റവും അടുത്ത് വന്നതല്ലേ ഇവർ? ഇപ്പോൾ സ്വർഗരാജ്യവും മണവാളനും അവരും തമ്മിലുള്ള അകലം എന്താണ്? ഒരു വാതിൽപ്പടിയുടെ അകലം മാത്രമേ ഉള്ളൂ. ഒരു വാതിൽപ്പടിയുടെ അകലം മാത്രം. ദൈവം അത്രയ്ക്ക് ക്രൂരനാണോ? ഇത്രയും കാലം കന്യകമാരായി പാപത്തോടെ യാത്ര പറഞ്ഞ് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് അവന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്ന് ദീപവും തെളിയിച്ചുകൊണ്ട് പ്രകാശിച്ചുകൊണ്ടിരുന്നതായ അവരിതാ ഒരു വാതിൽപ്പടിയുടെ അകലത്തായി അവർ പുറത്തായിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവരാജ്യത്തിലേക്കുള്ളതായ ആ പ്രവേശനമെങ്കിൽ സഹോദരൻ, നമ്മുടെ അനുഭവം എന്താണ്? നമ്മുടെ വിളക്കിൽ നിന്ന് എണ്ണയുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് വിളക്കിൽ എണ്ണയില്ല എങ്കിൽ എണ്ണ സൗജന്യമായി ലഭിക്കുന്നതായ കൃപായുഗത്തിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എണ്ണ പ്രാപിക്കുവാൻ? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന് 37, 38, 39 വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു ഇന്ന് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവൻ വിളിക്കുന്നത്? 37-ാമത്തെ വാക്യം മുതൽ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഉത്സവത്തിന് ദിവസമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് യേശുക്രിസ്തു വിളിച്ചു പറയുകയാണ്. അടുത്ത വാക്യം കൂടെ വായിക്കാം. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള, അത് അവനിൽ വിശ്വസിക്കാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ലഭിക്കുന്ന ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ സൗജന്യമായി കൊടുക്കുന്ന കാലമാണിന്ന്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പരിശുദ്ധാത്മാവിന്റെ എണ്ണ പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇല്ലെങ്കിൽ ഒരു നാൾ എണ്ണയില്ലാത്തവരായി വാതിലിന്റെ വെളിയിൽ നിന്ന് നാമം മുട്ടേണ്ടി വരും. ഞാനിത് വളരെ ഭയത്തോടെയാണ് പ്രിയപ്പെട്ടവർ ഇത് പറയുന്നത്. ഞാൻ എൻ്റെ 22-ാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ചതിന് ശേഷം ദൈവവചനം വായിച്ചതിൽ ഏറ്റവും എന്നെ ഭയപ്പെടുത്തുന്നതായ ഒരു വിഷയമാണിത്. അനേക നാളുകൾ എൻ്റെ ഹൃദയത്തിൽ ഞാൻ ചിന്തിച്ച് ധ്യാനിച്ചതായ ഒരു വിഷയമാണിത്. ഇതാ പുറത്തു നിന്ന് മുട്ടുന്നതായ ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ. അവർ പ്രകടമായ ഒരു തെറ്റിലേക്കും പോയവരല്ല, ഒരു പാപത്തിലേക്കും പോയവരല്ല. അവരുടെ ജീവിതം സമർപ്പിച്ചവരായിരുന്നു. അവരുടെ ജീവിതത്തിൽ വിളക്കുണ്ടായിരുന്നു. വിളക്കിൽ എണ്ണ ഒരു കാലത്തുണ്ടായിരുന്നു. വിളക്ക് കത്തിയിരുന്നതാണ്, ശോഭയോടെ കത്തി നിന്നതായിരുന്നു. എന്നാൽ തക്ക സമയം വന്നപ്പോൾ അവർ പുറത്തായി പോയി. പ്രിയപ്പെട്ടവരെ, സഹോദര, തക്ക സമയം വരുമ്പോൾ നീ അകത്തായിരിക്കുമോ പുറത്തായിരിക്കുമോ? നിന്റെ ജീവിതത്തിൽ എണ്ണയുണ്ടോ? നീ പരിശുദ്ധാത്മാവിന് നിറവ് പ്രാപിച്ചോ? നീ ശുദ്ധീകരണം പ്രാപിച്ചോ? പ്രിയപ്പെട്ടവരെ, നാം മാനസാന്തരപ്പെട്ടവർ അനേകർ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ലഭിച്ചതായ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ സംതൃപ്തിപ്പെട്ട് ജീവിക്കുകയാണോ? നീ ആഴമേറിയ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നിന്റെ ഹൃദയം വാഞ്ചിക്കുന്നുണ്ടോ? ഒരു സമ്പൂർണ്ണമായ കഴുകലിന് വേണ്ടി നീ കൊതിക്കുന്നുണ്ടോ? ഒരു ആത്മ നിറവ് എനിക്ക് പ്രാപിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണമെന്ന് നീ കൊതിക്കുകയും ദാഹിക്കുകയും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും കാത്തിരിക്കുകയും നിന്നെ തന്നെ നീ കാണുകയും ചെയ്യുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഞാനും ഭയത്തോടെ ഈ വചനം പറയുകയാണ്. ബുദ്ധിയില്ലാത്ത 5 കന്യകമാർ നിർണായക സമയം വന്നപ്പോൾ വാതിലിന് വെളിയിലായി. പ്രിയപ്പെട്ടവരെ, അവരൊത്തിരി ദൂരെയൊന്നും ആയിരുന്നില്ല, അവർ കിലോമീറ്ററുകളോളം ദൂരെയൊന്നും ആയിരുന്നില്ല, അവർ അങ്ങ് അകലെയായിരുന്നില്ല. അവർ സ്വർഗരാജ്യത്തോട്, മണവാളന്റെ മണവറയോട് ഏറ്റവും അടുത്തെത്തിയവരായിരുന്നു, മണവാളന് വേണ്ടി കാത്തിരുന്നവരായിരുന്നു. എന്നാൽ നിർണായക സമയം വന്നപ്പോൾ അവർ വാതിലിന് വെളിയിലായിപ്പോയി. പ്രിയപ്പെട്ടവരെ, വാതിലിന് വെളിയിലായിപ്പോയി. വാതിൽ അടച്ചപ്പോൾ അവർ വെളിയിലായിപ്പോയി. ഞാനും വളരെ ഭയത്തോടെ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഭയത്തോടെ ചിന്തിക്കുകയാണ്, കർത്താവേ, ഞാൻ നിന്റെ ദൈവത്തിന് വചനം പറഞ്ഞു, ഈ ബുദ്ധിയില്ലാത്ത 5 കന്യകമാരെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ അവസാന നാളിൽ ഈ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് ഞാനും വെളിയിൽ നിൽക്കാൻ എനിക്കും ഇടയാകരുതേ. അതിന് ഞാൻ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് വീണ്ടും സമർപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും പാപത്തോടെ യാത്ര പറയുകയാണ്. ഒരു പൂർണ്ണ വിശുദ്ധനാകുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനോട് ദാഹിച്ചാൽ കർത്താവ് നമുക്കത് സാധിപ്പിച്ചു തരും. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 9 മുതലുള്ള ചില വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവ് പറയുകയാണ്, യാചിപ്പിനെന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിനെന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിനെന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവനും ലഭിക്കുന്നു,
യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മുട്ടുന്നവന് തുറക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം അന്വേഷിക്കണം. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഈ എണ്ണ പ്രാപിക്കുന്നത്? എവിടുന്നാണ് ഈ എണ്ണ കിട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, എണ്ണ പ്രാപിക്കാൻ നിങ്ങൾ വേറെ ഒരു മനുഷ്യന്റെ അടുക്കൽ പോകേണ്ട. എണ്ണ ഒഴുകി വരുന്നത് കാൽവറി ക്രൂശിൽ നിന്നാണ്. നിങ്ങൾ ആ ക്രൂശിന്റെ ചുവട്ടിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ പരിശോധിച്ച് നിങ്ങളുടെ പാപത്തോട് നിങ്ങൾ യാത്ര പറഞ്ഞാൽ ഈ എണ്ണ സ്വർഗത്തിൽ നിന്ന്, ആ ക്രൂശിൽ നിന്ന് ഒഴുകി വരുന്ന എണ്ണ നിങ്ങളുടെ തലമേൽ അവൻ പകർന്നു തരും. പ്രിയപ്പെട്ടവരെ, അതാ ക്രൂശിൽ നിന്നാണ് ഈ തിരുരക്തത്താലുള്ള വിശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നത്. സ്വർഗത്തിലെ ജീവനുള്ള ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുവാൻ അവൻ എത്രയധികം വിശ്വസ്തനാണ്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് എണ്ണ പ്രാപിക്കാം. ഈ മൺകൂടാരം അതിനുവേണ്ടി നമുക്ക് വിശുദ്ധീകരിക്കാം. നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് വരാം. നമുക്ക് അവൻ്റെ ക്രൂശിലേക്ക് നോക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് അവൻ്റെ ക്രൂശിലെ സ്നേഹത്തിലേക്ക് നോക്കി ആ എണ്ണ ഒഴുകി വരുന്ന ആ ക്രൂശിൻ്റെ തൃപ്പാദത്തിൽ നമുക്ക് ഇരിക്കാം. കർത്താവേ, ഞങ്ങളെ നിന്റെ പരിശുദ്ധാത്മാവുന്ന എണ്ണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ തിരിയെ വീണ്ടും കത്തിച്ചു തരണമേ. ഞങ്ങളുടെ കെട്ടുകിടക്കുന്ന ദീപം ഇനി നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ കത്തിച്ചു തരണമേ. കർത്താവേ, ഞങ്ങളുടെ പഴയ മനുഷ്യനെ മരിപ്പിച്ചു തരണമേ. ഞങ്ങൾ നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിന്റെ വാഗ്ദത്തം ഞങ്ങൾ ഓർക്കുന്നു. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. കർത്താവേ, നിന്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. പാപത്തോടെ ഞങ്ങൾ യാത്ര പറയുന്നു. യേശുവേ, നിന്റെ തൃപ്പാദം ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ബുദ്ധിയുള്ള കന്യമാരെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവരെയും അവിടുത്തെ കൃപയിൽ പൊതിയണമേ. നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.